വാച്ച് ലിസ്റ്റിലേക്ക് സ്വാഗതം. വെള്ളിയാഴ്ച ഇന്ത്യൻ ഓഹരി വിപണി നേട്ടത്തോടെയാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഒരു ഘട്ടത്തിൽ വലിയ മുന്നേറ്റം നടത്തിയെങ്കിലും വിപണി ക്ലോസ് ചെയ്യുന്നതിൽ സെൻസെക്സ് 326 പോയിന്റ് ഉയർന്ന് 74,533-ലും നിഫ്റ്റി 112 പോയിന്റ് നേട്ടത്തിൽ 23,115-ലുമാണ് എത്തിയത്. എന്നാൽ വിപണിയിലെ മുന്നേറ്റത്തിനിടയിലും അമേരിക്കൻ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം റെക്കോർഡ് ഇടിവ് രേഖപ്പെടുത്തിയെന്നത് ശ്രദ്ധേയമായി. ബാങ്കിംഗ് മേഖലയിൽ വലിയ തോതിലുള്ള വിൽപ്പനാ സമ്മർദ്ദം പ്രകടമായതോടെ നിഫ്റ്റി ബാങ്ക് സൂചിക 24 പോയിന്റ് ഇടിഞ്ഞ് 53,427-ലാണ് ക്ലോസ് ചെയ്തത്. അതേസമയം മിഡ് ക്യാപ് ഓഹരികൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും സൂചിക 363 പോയിന്റ് ഉയർന്ന് 54,856 എത്തുകയും ചെയ്തു. വിപണിയിൽ മുന്നേറിയ ഓഹരികളും ഇടിവ് രേഖപ്പെടുത്തിയവയും തമ്മിലുള്ള അനുപാതം 3:2 എന്ന നിലയിലായിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചത്തെ മൊത്തത്തിലുള്ള കണക്കെടുത്താൽ വിപണിയിലെ വലിയ ഏറ്റക്കുറച്ചിലുകൾക്കിടയിൽ പ്രധാന സൂചികകൾ നേരിയ നേട്ടം കാഴ്ചവെച്ചതായി കാണിക്കാം. എന്നാൽ സാമ്പത്തിക മേഖല ഈ ആഴ്ച പിന്നോട്ടു പോയി. പ്രത്യേകിച്ച് നിഫ്റ്റി ബാങ്ക് സൂചിക ഏകദേശം 1% നഷ്ടം രേഖപ്പെടുത്തി. മുൻ ആഴ്ചയിലെ തകർച്ചയ്ക്ക് ശേഷം ഓട്ടോമൊബൈൽ ഓഹരികൾ വലിയ തിരിച്ചുവരവ് നടത്തുകയും ഈ ആഴ്ചയിലെ ഏറ്റവും വലിയ നേട്ടമുണ്ടാക്കിയ മേഖലയായി മാറുകയും ചെയ്തു. എന്നാൽ നിഫ്റ്റിയിലെ പകുതിയോളം കമ്പനികൾ ഈ ആഴ്ച നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഇതിൽ ശ്രീറാം ഫിനാൻസ്, HDFC ബാങ്ക് എന്നിവയായിരുന്നു പ്രധാനമായും നഷ്ടം നേരിട്ട മുൻനിര കമ്പനികൾ. പല ഹെവി വെയിറ്റുകളും നഷ്ടം നേരിടുമ്പോൾ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ 20% കുതിച്ച 52 ആഴ്ചയിലെ ഉയർന്ന നിലയിലേക്ക് എത്തിയ 2 ഓഹരികളെയാണ് ഇന്ന് നമ്മൾ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തെ ഓഹരി ഏതർ എനർജിയാണ്. 2013 പ്രവർത്തനം ആരംഭിച്ച ഏതർ എനർജി ലിമിറ്റഡ് ഇന്ത്യയിലെ ഒരു പ്രമുഖ ഇലക്ട്രിക് ഇരുചക്ര വാഹന നിർമ്മാണ കമ്പനിയാണ്. ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ രൂപകൽപ്പന, വികസനം, നിർമ്മാണം എന്നിവയ്ക്ക് പുറമെ അവയ്ക്ക് ആവശ്യമായിട്ടുള്ള ബാറ്ററി പാക്കുകൾ, ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചർ, അനുബന്ധ സോഫ്റ്റ്വെയർ സിസ്റ്റങ്ങൾ എന്നിവയും കമ്പനി തന്നെ നേരിട്ടാണ് വികസിപ്പിച്ചെടുക്കുന്നത്. ചുരുക്കത്തിൽ വെറും ഒരു സ്കൂട്ടർ നിർമ്മാണ കമ്പനി എന്നതിലുപരി ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഒരുപോലെ സ്വന്തമായി വികസിപ്പിക്കുന്ന ഒരു ടെക്നോളജി കമ്പനി കൂടിയാണിത്. ഏതർ എനർജിയുടെ സാമ്പത്തിക കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇതൊരു വളർന്നു വരുന്ന കമ്പനിയാണെന്ന് വ്യക്തമാണ്. ഏകദേശം 29,848 കോടി രൂപ വിപണി മൂല്യമുള്ള ഈ കമ്പനി നിലവിൽ ലാഭത്തിലല്ല പ്രവർത്തിക്കുന്നത്. കമ്പനിയുടെ വിൽപ്പനയിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ 130% എന്ന വൻ വളർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിലും പ്രവർത്തന ചെലവുകൾ കൂടുതലായതിനാൽ ആസ്തിയിൽ നിന്നുള്ള ലാഭവും ഓഹരി മൂലധനത്തിൽ നിന്നുള്ള ലാഭവും നെഗറ്റീവാണ്. കമ്പനി ലാഭമുണ്ടാക്കി തുടങ്ങാത്തതിനാൽ അതിന് PE റേഷ്യോ കണക്കാക്കാൻ സാധിക്കില്ല. കമ്പനിയുടെ ആസ്തി മൂല്യത്തെക്കാൾ 11 മടങ്ങ് അധികം വിലയിലാണ് ഓഹരി വ്യാപാരം നടത്തുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് നിക്ഷേപകർ കമ്പനിയുടെ നിലവിലെ ലാഭത്തെക്കാൾ അതിന്റെ ഭാവി സാധ്യതകളിലാണ് പണം മുടക്കുന്നത് എന്നാണ്. കടബാധ്യതയുടെ കാര്യം എടുത്താൽ ഡെപ്റ്റ് ടു ഇക്വിറ്റി 0.16 എന്ന വളരെ കുറഞ്ഞ നിരക്കിലാണുള്ളത്. ഇത് കമ്പനിയുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് നല്ലതാണ്. പ്രൊമോട്ടർമാർക്ക് 40.9% ഓഹരി പങ്കാളിത്തമുണ്ട്. ചുരുക്കത്തിൽ അതിവേഗം വളരുന്ന വിൽപ്പനയും കുറഞ്ഞ കടബാധ്യതയുമുള്ള ഒരു കമ്പനിയാണെങ്കിലും ലാഭത്തിലേക്ക് എത്താൻ ഇനിയും സമയമെടുക്കുമെന്ന സൂചനയാണ് ഈ കണക്കുകൾ നൽകുന്നത്. ഓഹരിയുടെ ടെക്നിക്കൽസ് ശിവദേവ് വിശദീകരിക്കും. നമസ്കാരം. നമ്മളിവിടെ ഏതർ എനർജി ലിമിറ്റഡ് ഈ ഒരു സ്റ്റോക്കിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. നമുക്കിവിടെ ലെവൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. നോക്കുമ്പോൾ അറിയാം ഒരു 4 തവണ റെസിസ്റ്റൻസ് നേരിട്ടൊരു ഏരിയ ആയിരുന്നു 756. ആ ഒരു ലെവൽ ലാസ്റ്റ് ഫ്രൈഡേ ബ്രേക്ക് ചെയ്തു. സ്ട്രോങ് ആയിട്ടുള്ളൊരു റെസിസ്റ്റൻസ് ആയിരുന്നു. പലതവണ അവിടെ ഹിറ്റ് ചെയ്തിട്ട് സ്റ്റോക്ക് താഴേക്ക് പോയത് നമുക്ക് കാണാം. ഒരു കൺസോൾട്ടേഷൻ റേഞ്ചിലായിരുന്നു സ്റ്റോക്ക് ഉണ്ടായിരുന്നത്. അതിനുശേഷം ഒരു ഹൈ ഒക്കെ ഫോം ചെയ്ത് ലാസ്റ്റ് ഫ്രൈഡേ ആ ലെവൽ ബ്രേക്ക് ചെയ്തു. അതുകൊണ്ട് തന്നെ 756 തൊട്ടടുത്ത ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു സപ്പോർട്ടായിട്ട് നമുക്ക് പരിഗണിക്കാം. 796 രൂപയിലാണ് ഈ ഒരു സ്റ്റോക്കിൻ്റെ റെസിസ്റ്റൻസ് ഉള്ളത്. 52 വീക്ക് ഹൈ ലെവൽസ് ആണ്. നമ്മളോട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ക്യാൻഡലിൻ്റെ സപ്പോർട്ടോടു കൂടിയാണ് സ്റ്റോക്ക് മുകളിലേക്ക് പോയിരിക്കുന്നത്. മികച്ച വോളിയം ഉണ്ടായിരുന്നു. ഇങ്ങനെ തുടർച്ചയായിട്ട് മുകളിലേക്ക് പോയതുകൊണ്ട് തന്നെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നമ്മൾ മുന്നിൽ കാണണം. ഇവിടെ RSI നോക്കുകയാണെങ്കിൽ ഒരു ഓവർബോട്ട് ലെവലിലാണ്. 71.51 ആണ് RSIയുടെ റേഞ്ച്. ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് EMA ലെവൽസ് ഒന്ന് അപ്ലൈ ചെയ്യാം. നമ്മളോട് നോക്കുകയാണെങ്കിൽ ഇപ്പം 20, 50, 100, 200 ഏറ്റവും മുകളിലുള്ളത് റെഡ് 20 ആണ്, താഴെയുള്ളത് 50 ആണ്, അതിന് താഴെയുള്ള ബ്ലൂ 100 ആണ്, ഏറ്റവും താഴെയുള്ള 200 മൂവിങ് ആവറേജ് ആണ്. നമ്മളോട് ശ്രദ്ധിക്കുമ്പോൾ ഈ ഒരു സ്റ്റോക്ക് കൃത്യമായിട്ട് EMA 20 വളരെയധികം റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ് നമുക്ക് വിസിബിളാണ്. കാരണം തുടർച്ചയായിട്ട് നമ്മളിവിടെ നോക്കുമ്പോൾ അറിയാം EMA 20 സ്റ്റോക്കിന് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലെവൽ മുതൽ തന്നെ അറിയാം ഒരു ഹൈ ഫോം ചെയ്ത് EMA 20 സപ്പോർട്ട് കൊടുത്തു. പിന്നീട് ഒരു തിരുത്തൽ വരുന്ന സമയത്ത് EMA 20ക്ക് താഴെ വന്നെങ്കിലും അവിടെ EMA 50 സപ്പോർട്ട് കൊടുക്കുന്നതായിട്ട് കാണാം. ഇവിടെ EMA 20, 50 സോണിൽ കുറച്ച് സ്റ്റോക്ക് മൂവ് ചെയ്തു.
അതിനുശേഷം ഈ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ വിൽപ്പന സമ്മർദ്ദം ഉണ്ടാകുന്ന സമയത്ത് സ്റ്റോക്ക് ഇതിൻ്റെയൊക്കെ താഴേക്ക് വന്നു. എങ്കിലും അവിടെ നമുക്ക് കാണാം EMA 100 സപ്പോർട്ട് കൊടുത്തായിട്ട് കാണാം. EMA 100 അധികം ഒന്നും തുടർന്നില്ല, വൈകാതെ തന്നെ അതിന് മുകളിലേക്ക് കയറി 20-50 ഒക്കെ ബ്രേക്ക് ചെയ്തു. അതുകൊണ്ട് തന്നെ നമ്മൾ ലൈവ് മാർക്കറ്റിലെ EMA ലെവൽസ് ഈ ഒരു സ്റ്റോക്കിൽ നിർണായകമാണെന്ന് മനസ്സിലാക്കാവുന്നതാണ്. EMA ലെവൽസ് മാറും, മൂവിങ് ആവറേജ് നമുക്ക് ഒബ്സർവ് ചെയ്യാവുന്നതാണ്. ഇനി തിരികെ ഒരു റണ്ണിങ് മൂവിങ് ആവറേജ് കറക്ഷൻ എന്നുള്ള ലെവലിൽ EMA 20ലേക്ക് സ്റ്റോക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സമയത്ത് നമ്മളതൊരു സപ്പോർട്ട് സോണായിട്ട് കാണാം. അതിന് താഴെ EMA 50 സപ്പോർട്ട് സോണായിട്ട് കാണാം. ഇത്തരത്തിലെ ലെവലുകൾ നമുക്ക് ലൈവ് മാർക്കറ്റിൽ പരിഗണിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ വീക്ക്ലി ടൈം ഫ്രെയിമിൽ എങ്ങനെയാണ് ഈ ഒരു സ്റ്റോക്കിൻ്റെ ബിഹേവിയർ എന്നൊന്ന് നോക്കാം. നമുക്കിവിടെ നോക്കുമ്പോൾ ലെവൽസൊക്കെ നമുക്ക് EMA ഒക്കെ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അവിടെ നമ്മൾ തൽക്കാലം ലെവൽസ് എല്ലാം ഒന്ന് മാറ്റാം, EMA ഒന്ന് ഹൈഡ് ചെയ്യാം. നമ്മൾ പ്യുവർ ആയിട്ടുള്ള ക്യാൻഡിലാണ്. നമുക്കിവിടെ നോക്കുമ്പോൾ ഒരു ഹൈ ഫോം ചെയ്തതിന് ശേഷം ഒരു കൺസോൾട്ടേഷനിലേക്ക് വന്നു സ്റ്റോക്ക്. നമുക്കറിയാം ഈ ഒരു ലെവലൊക്കെ ഒരു കൺസോൾട്ടേഷൻ ലെവലാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ലെവലാണ്. ആ ഒരു ലെവലിൽ കൃത്യമായിട്ട് ഒരു ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് വീക്കിൽ എന്നുള്ളത് നമുക്കിവിടെ കാണാം. സ്ട്രോങ് ആയിട്ടുള്ള ഒരു മരബൂസ് ക്യാൻഡിലിൻ്റെ സപ്പോർട്ടോടുകൂടിയാണ് ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിൽ ഈ ഓഹരിയിൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് അടക്കമുള്ള നിലവാരങ്ങൾ പരിഗണിച്ച് മാത്രം വ്യാപാരം അല്ലെങ്കിൽ നിക്ഷേപം നടത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. അടുത്ത ഓഹരി ടാറ്റ പവർ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വൈദ്യുതി കമ്പനികളിലൊന്നാണ് ടാറ്റ പവർ. പഴയ രീതിയിലുള്ള കൽക്കരി വൈദ്യുതിയിൽ നിന്ന് മാറി ഗ്രീൻ എനർജി മേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന കമ്പനിയാണിത്. ടാറ്റ പവറിന്റെ സാമ്പത്തിക സ്ഥിതിവിവര കണക്കുകൾ വിശകലനം ചെയ്യുമ്പോൾ വളർച്ചാ സാധ്യതയുള്ള ഒരു ലാർജ് ക്യാപ് കമ്പനിയായിട്ടാണ് നാം കാണുന്നത്. ഏകദേശം 1,28,580 കോടി രൂപ വിപണി മൂല്യമുള്ള ഈ കമ്പനിയുടെ ഓഹരി വില അതിന്റെ യഥാർത്ഥ മൂല്യത്തെക്കാൾ 3.41 മടങ്ങ് അധികമാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ കമ്പനിയുടെ ലാഭത്തിൽ 45.5% എന്ന വലിയ വർധനവ് ഉണ്ടായിട്ടുണ്ട്. വ്യവസായ ശരാശരിയേക്കാൾ അല്പം ഉയർന്ന PE, അതായത് സ്റ്റോക്ക് PE 34 ടൈംസ് എന്ന നിരക്കിലാണ് ഇപ്പോൾ വ്യാപാരം നടക്കുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് കമ്പനിയുടെ ഭാവിയിലുള്ള വളർച്ചയിൽ നിക്ഷേപകർക്ക് വലിയ പ്രതീക്ഷയുണ്ടെന്ന് തന്നെയാണ്. കമ്പനിയുടെ പ്രവർത്തനക്ഷമത പരിശോധിച്ചാൽ ആസ്തികളിൽ നിന്നുള്ള ലാഭം 10.8%, ഓഹരി മൂലധനത്തിൽ നിന്നുള്ള ലാഭം 11%. പവർ സെക്ടറിലെ വലിയ പദ്ധതികൾക്കായി കമ്പനി 70,083 കോടി രൂപ കടമെടുത്തിട്ടുണ്ട്. ഇക്കാരണത്തിലുള്ള കടവും മൂലധനവും തമ്മിലുള്ള അനുപാതം 1.86 എന്ന അല്പം ഉയർന്ന നിലയിലാണ്. എങ്കിലും ടാറ്റ ഗ്രൂപ്പിന്റെ 46.9% ഓഹരി പങ്കാളിത്തവും കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ നിക്ഷേപകർക്ക് ലഭിച്ച 26% ലാഭവും കമ്പനിയുടെ വിശ്വാസ്യതയും കരുത്തും വർദ്ധിപ്പിക്കുന്നു. ചുരുക്കത്തിൽ കടബാധ്യതകൾ ഉണ്ടെങ്കിലും ശക്തമായ ലാഭ വളർച്ചയിലും ഭാവിയിലെ ഗ്രീൻ എനർജി പദ്ധതികളും ടാറ്റ പവറിനെ ഒരു മികച്ച ഓഹരിയായി നിലനിർത്തുന്നുണ്ട്. ടാറ്റ പവറിന്റെ ടെക്നിക്കൽ അനാലിസിസ് ശിവദേവ് വിശദീകരിക്കും. നമ്മളിവിടെ ടാറ്റ പവർ കമ്പനി ഈ ഒരു സ്റ്റോക്കിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. ഓൾറെഡി നമ്മളിവിടെ ലെവൽസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്കറിയാം ഇവിടെ ഒരു ട്രെൻഡ് ലൈനിലെ സ്റ്റോക്ക് റെസിസ്റ്റൻസ് ഫേസ് ചെയ്തിരുന്നു കുറേ നാളുകൾ. അതിനുശേഷം പിന്നീട് ഈ ഒരു ലെവലൊക്കെ ഫെബ്രുവരി 10 ആ ഒരു ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്തു. പിന്നീട് ആ ഒരു നിലവാരത്തിന് താഴേക്ക് വന്നിട്ടില്ല എന്ന് കാണാം. ഇവിടെ താഴേക്ക് വന്നപ്പോൾ ഏകദേശം ആ ഒരു ട്രെൻഡ് ലൈൻ ലെവലിൽ നിന്ന് സപ്പോർട്ട് എടുക്കുകയാണ് ഉണ്ടായത്. ഇവിടെ മറ്റൊരു ട്രെൻഡ് ലൈനെ റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് സ്റ്റോക്ക് നിലവിൽ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ഫ്രൈഡേ സ്ട്രോങ് ആയിട്ടുള്ളൊരു റിജക്ഷൻ നേരിട്ട ഏരിയയാണ് 418 രൂപ നിലവാരം. അവിടെ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു റെസിസ്റ്റൻസ് എക്സ്പെക്റ്റ് ചെയ്യണം. താഴെ നിലവാരത്തിൽ 402 രൂപയിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് ഉണ്ടാവാം. അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ 391 രൂപ റേഞ്ചിൽ നമുക്ക് നെക്സ്റ്റ് സപ്പോർട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു സ്റ്റോക്കിൽ നമുക്കൊന്ന് ഡ്രോയിങ്സ് ഒന്ന് മാറ്റിയതിന് ശേഷം EMA ലെവൽസ് ഒന്ന് അപ്ലൈ ചെയ്യാം. നമ്മളിവിടെ നോക്കുമ്പോൾ EMA 20, 50, 100, 200 ഇത്രയും മൂവിങ് ആവറേജ് ആണ് ഒരുമിച്ച് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഈ ഒരു ലെവല് 10th മാർച്ച് ആ ഒരു സമയത്ത് EMA 20, 50യുടെ മുകളിലേക്ക് കയറി ഓൾമോസ്റ്റ് ഒരു ഗോൾഡൻ ക്രോസ് ഓവറാണ് അവിടെ നടന്നത്. അതിനുശേഷം EMA 20 തൊട്ടടുത്ത ദിവസം 2 ദിവസങ്ങൾ കൊണ്ട് EMA 100, 200 ഒക്കെ ബ്രേക്ക് ചെയ്തു. തുടർച്ചയായിട്ടുള്ള ഗോൾഡൻ ക്രോസ് ഓവറിൻ്റെ ഒരു പവറിൽ സ്റ്റോക്ക് മുകളിലേക്ക് പോയത് നമുക്കിവിടെ വിസിബിളാണ്. ഈ ദിവസങ്ങളിലൊക്കെ തന്നെ നമുക്കറിയാം ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മാരബൂസ് ക്യാൻഡിൽ ഫോം ചെയ്ത സമയത്ത് വളരെ വലിയൊരു വോളിയമാണ് ഉണ്ടായിരുന്നത്. 25
0.01 മില്യൺ വോളിയാണ് ഇവിടെ ഫോം ചെയ്തത്. അതേപോലെ തന്നെ ലാസ്റ്റ് ഫ്രൈഡേ 25.15 മില്യൺ വോളി അവിടെ ഫോം ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പുള്ള വോളിയൊക്കെ നോക്കുമ്പോൾ നമുക്കറിയാം ഒരു ശരാശരി വോളിയത്തിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്തിരിക്കുന്നത്. അപ് ട്രെൻഡ് വരുന്ന സമയത്ത് സ്ട്രോങ് ആയിട്ടുള്ളൊരു വോളി അവിടെ ഉണ്ടാകുന്നുണ്ട്. നമുക്ക് ഇത്തരത്തിൽ വോളിയം മൂവിങ് ആവറേജ് പോലെ സപ്പോർട്ട് റെസിസ്റ്റൻസ് നിലവാരങ്ങൾ ഒക്കെ പരിഗണിച്ച് ഈ ഓഹരിയിൽ വ്യാപാരം അല്ലെങ്കിൽ നിക്ഷേപം നടത്താവുന്നതാണ്. വാച്ച് ലിസ്റ്റിൽ ഇന്ന് ഏതർ ഇൻഡസ്ട്രീസ്, ടാറ്റ പവർ എന്നീ ഓഹരികളുടെ ഫണ്ടമെന്റൽ ടെക്നിക്കൽ അനാലിസിസ് ആണ് നടത്തിയത്. മറ്റ് 2 ഓഹരികളുടെ വിശേഷവുമായി വീണ്ടും കാണാം.